മൂന്നാം നൊമ്പരം എന്ന സിനിമയെക്കുറിച്ച് ചോദിച്ചിട്ട് നമുക്ക് തുടങ്ങാം. എന്താണ് ഇതിൽ, യേശുദേവനാണോ ഇതിൽ? അല്ല, യേശുദേവൻ്റെ അച്ഛനായിട്ടാണ്, യോസേഫ് പിതാവാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ധന്യ മേരി വർഗീസാണ് മറിയമായിട്ട് ചെയ്യുന്നത്. യേശുദേവനായിട്ടൊരു കുഞ്ഞു പയ്യനാണ്, 12 വയസ്സുള്ള യേശുദേവനെ കാണാതായി തിരിച്ചു കിട്ടുന്ന, അതാണ് ശരിക്കും മൂന്നാം നൊമ്പരം എന്ന് പറയുന്നത്. യേശുദേവനെ കാണാതായ സംഭവമാണ്, അതാണ് ശരിക്കും കഥ എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുമ്പുള്ള ഈ ഇവർ തമ്മിൽ മറിയവും യോസേഫ് പിതാവും കണ്ടുമുട്ടുന്ന അത് ഒട്ടുള്ള കഥയുണ്ട്. പിന്നെ അതിനുശേഷമുള്ള അവരുടെ ഒരു ചെറിയൊരു ഒരിടത്തും പറഞ്ഞു കേൾക്കാത്തൊരു ചെറിയൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രണയമുണ്ട്. പിന്നെ മകനെ വളർത്തുന്ന കഷ്ടപ്പാടുണ്ട്, ഒരു കുടുംബ ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ശരിക്കും പറഞ്ഞൊരു പക്ക ഫാമിലി സ്റ്റോറിയാണ്. അല്ലാതെ ഒരു ഡിവോഷണൽ സിനിമ എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വാസികൾക്ക് അത് കാണുമ്പോൾ ഡിവോഷണൽ സിനിമയായിട്ടും, ഒരു സാധാരണ ക്രിസ്ത്യൻ അല്ലാത്ത ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്കതൊരു വളരെ ഫാമിലി സ്റ്റോറി ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്.